രശ്മി ആന്റിനെ പൊന്നിനെ കൊണ്ട് ഞാൻ തോറ്റു. നമ്മൾ ഇനി എന്ത് ചെയ്യും? അതേടി, അച്ഛമ്മ അവരുടെ സൈഡാ. ചേച്ചി എന്താ കുണിക്ക് മോളെ? പൊന്നിനെ കൊണ്ട് തോറ്റു. എന്റെ എല്ലാം കളിപ്പറ്റി അവർക്ക് കൊടുത്തു. അയ്യോ, എന്നിട്ടോ? ഞാൻ ചോദിച്ചപ്പോ പറയണ എന്റെ എല്ലാം പൊന്നിക്കന്ന്. അച്ഛമ്മയെ കൊണ്ട് ഞാൻ തോറ്റല്ലേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, രണ്ട് പറയുന്നുണ്ട്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ ചേച്ചി? ഇപ്പൊ പോകണ്ട, അച്ഛൻ കടയിൽ നിന്ന് വരാൻ സമയമില്ലേ. നമ്മൾ ഇവിടെ കിടന്ന് വഴക്കിടണ കണ്ട അച്ഛന് സങ്കടമാകും. ഒന്നാമത് അച്ഛൻ അമ്മ പോയ പിന്നെ ഭയങ്കര സങ്കടത്തിലാ. അമ്മ ഇന്ന് വരൂലേ? കുണിക്ക് അത് അമ്മയില്ലാത്തത് കൊണ്ടല്ലേ രശ്മി ആന്റി വന്നേ. കുണിക്ക് വിഷമിക്കണ്ട, പോട്ടെ, സാരമില്ല. എടി കുണിക്ക്, നിന്റെ കളിപ്പാട്ട് കൊടുത്തതിന് നീ ആ പൊന്നി എന്താടി ചെയ്തത്? നിർത്തിക്കോ അച്ഛമ്മ. അച്ഛമ്മ എപ്പോഴും എന്തിനാ കുണിക്കിനെയും വഴക്ക് പറയുന്നേ? ഞാൻ പറയുന്നതാണോടി തെറ്റ്? ഇവരുടെ പ്രവൃത്തി കണ്ടോ? ഏത് നേരം ആ പൊന്നിനോട് തല്ലുകൂടുക. അത് പിന്നെ ഇവരുടെ കളിപ്പാട്ട് എടുത്ത് കൊടുത്തിട്ടല്ലേ. മേലെ അച്ഛമ്മ കളിപ്പാട്ട് കൊടുത്തു പോരുത്. അതുമല്ല, ഞങ്ങളുടെ അമ്മയുടെ സാരി എടുത്ത് കൊടുക്കാൻ അച്ഛമ്മക്ക് എന്താ അധികാരം? ഞങ്ങളുടെ അമ്മയുടെ സാരി തൊട്ട് പോരുത്. കൊള്ളാലോ, രണ്ടിന്റെ അഹങ്കാരം കൊള്ളാലോ. എന്നാ കേട്ടോ, രശ്മിനെ കല്യാണം കഴിക്കാൻ പോകുക മാധവൻ. രശ്മിയാ നിങ്ങളുടെ അമ്മ. അല്ലെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പൊന്നു നിങ്ങളുടെ അനിയത്തി, എല്ലാ സാധനവും അവൾക്ക് കൊടുക്കണം. കൊടുക്കൂല. ഇതേ പിള്ളേരെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. കൂടി പോയാൽ 10 വർഷം നീതു നിത്യൊക്കെ കല്യാണം കഴിക്കും. പിന്നെ കുണിക്കയും പഠിപ്പിന്റെ കാര്യമായിട്ട് പോകും. എന്റെ മോന് പിന്നെ ആരാ? അവനിങ്ങനെ ഒറ്റക്ക് നിൽക്കാനാണോ? അതുകൊണ്ട് അവനെ കെട്ടിച്ചേ പറ്റൂ. ഞങ്ങൾക്കത് ഇഷ്ടമല്ല. ഇഷ്ടമല്ലെങ്കിൽ സഹിച്ചോ. നിങ്ങൾ ആരെങ്കിലും പോയിട്ട് മാധവന്റെ അടുത്ത് പോയി രശ്മിനെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ കാണിച്ചു തരാം. അച്ഛമ്മ അച്ഛനെ വേറെ കല്യാണം കഴിപ്പിക്കാൻ പോകുക. നമ്മൾ എന്ത് ചെയ്യും ചേച്ചി? എന്തൊരു കഷ്ടമായത്. ദൈവമേ, എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. എന്തൊക്കെ ഓർമ്മകൾ വരുന്നു, കുട്ടികളുടെ കരച്ചിലൊക്കെ കേൾക്കുന്ന പോലെ. ഞാൻ ആരാ? എൻ്റെ പേരെന്താ? ഒന്നും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലല്ലോ. എവിടെയോ ഒരു മരവിപ്പ് പോലെ. എൻ്റെ ഓർമ്മയല്ലേ പോയത്? എനിക്ക് വീട്ടുകാരുണ്ടെങ്കിൽ അവരെന്താ അന്വേഷിച്ച് വരാത്തെ? അതും എനിക്ക് ആരുമില്ലേ. കണ്ണടച്ച കുട്ടികളുടെ കരച്ചിലാ ഞാൻ കേൾക്കുന്നേ. അത് ഏത് കുട്ടികളാ? അതാരുടെയാ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഗീതേ. ഗീത, ഗീത. അതെ, എന്താ നിങ്ങൾ എന്നെ വിളിച്ചത്? ഗീത എന്നോ? ഗീത, നല്ല പരിചയം. ഗീത എന്നാണെന്ന് തോന്നുന്നു എൻ്റെ പേര്. അതെ, നിന്റെ പേര് ഗീത എന്ന് തന്നെയാ. നീ ഈ പത്രം ഒന്ന് നോക്കിയേ. ഇത് ഞാൻ തന്നെയല്ലേ? നീ അതിലെഴുതിയിരിക്കുന്നതൊന്ന് വായിക്കൂ. അത് അക്ഷരങ്ങൾ നോക്കുമ്പോൾ എനിക്ക് തല ചുറ്റുന്നു. നിങ്ങളൊന്ന് വായിച്ചതാ. ഞാൻ വായിച്ചു തരാം, നീ കേട്ടോ. നിനക്കുള്ള ആദരാഞ്ജലിയാ ഇത്. ആദരാഞ്ജലികൾ. പാറേപ്പള്ളിയിൽ മാധവന്റെ ഭാര്യ ഗീത, 35 വയസ്സ്, നിര്യാതയായി. മക്കൾ നിത്യ, നീതു, മഹാലക്ഷ്മി, മിലൻ. ഉപചാരപൂർവം ഭർത്താവ് മാധവൻ. എനിക്ക് ഓർമ്മ വന്നു, എനിക്കെല്ലാം ഓർമ്മ വന്നു. മാധവൻ ചേട്ടൻ എൻ്റെ ഭർത്താവാ. നീതു, നിത്യയും കുണുക്കനൊക്കെ എൻ്റെ മക്കളാ. എനിക്കെൻ്റെ വീട് ഓർമ്മ വന്നു, എല്ലാം ഓർമ്മ വന്നു. എനിക്കിപ്പോൾ അങ്ങോട്ട് പോകണം. എന്നെ കൊണ്ടുപോകൂ. മഹാകാളി സ്തോത്രം, നിനക്ക് ഓർമ്മ വന്നു അല്ലേ? നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം. എന്നാൽ ഇപ്പോൾ കൊണ്ടുപോകാൻ കഴിയില്ല. നീ കണ്ടില്ലേ, അസ്തമ സമയം കഴിഞ്ഞിരിക്കുന്നു. അയ്യോ, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ കാണാതെ വിഷമിക്കില്ലേ? പാവം, എനിക്കിപ്പം തന്നെ പോകണം. ഇത് പെരുങ്കാടാണ്, അല്ലാതെ നഗരമല്ല. ഇതിൽ കൂടി രാത്രി സഞ്ചരിച്ചാലേ കടുവയും പുലിയൊക്കെ ഇറങ്ങി നിന്റെ മക്കൾക്ക് പിന്നെ നിന്നെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് സൂര്യൻ ഉദിക്കട്ടെ, നാളെ പോകാം. വെള്ളിയമ്മ പേപ്പറിൽ കണ്ടോ ആദരാഞ്ജലികളെന്ന്? അപ്പൊ ഞാൻ മരിച്ചെന്ന് കരുതിയിരിക്കുവാണ് എൻ്റെ ഭർത്താവും മക്കളും. ആയിരിക്കാം. ട്രെയിനിൽ ഒത്തിരി പേര് മരിച്ചല്ലോ. ആരെങ്കിലും നീയാണെന്ന് കരുതിയിരിക്കാം. അതായിരിക്കും അവരാരും അന്വേഷിച്ച് വരാനത്. എന്നാലും നാളെ നീ അവിടെ ചെല്ലുമ്പോൾ അവരൊരുപാട് സന്തോഷിക്കും. ഇന്നിപ്പോൾ നീ കിടന്നുറങ്ങും. എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. എത്രയും വേഗം എനിക്ക് വീട്ടിലെത്തണം. അമ്മേ, എന്താടാ, നീ കടയിൽ നിന്ന് നേരത്തെ വന്നോ? കുട്ടികൾ എന്നെ ഫോൺ വിളിച്ച് സങ്കടപ്പെട്ടിട്ടാ ഞാൻ വന്നത്. അമ്മ എന്തൊക്കെയാ കുട്ടികളോട് പറഞ്ഞത്? ഞാൻ എന്ത് പറഞ്ഞെന്നാ? അവളുമാര് കൊള്ളാലോ. അപ്പോഴേക്കും നിന്നെ ഫോൺ വിളിച്ചോ? പിന്നെ എന്റെ കുട്ടികൾക്ക് എന്നെ വിളിച്ചൂടെ? നീ കാര്യം പറ. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് ഓടി വന്നേ? അമ്മ ഇനി മേലെ കുട്ടികളെ വിഷമിപ്പിക്കരുത്. അമ്മ എന്തിനാണ് ഞാൻ രശ്മിനെ കല്യാണം കഴിക്കുമെന്നൊക്കെ കുട്ടികളോട് പറഞ്ഞത്? അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അതൊക്കെ ഞാൻ തീരുമാനിച്ചു. നാളെ രശ്മിയുടെ വീട്ടുകാരോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ നമുക്കൊന്ന് വാക്കുറപ്പിച്ചു വെക്കാം. കല്യാണം 1 മാസം കഴിഞ്ഞ് നടത്തണം. എന്നിട്ട് അമ്മ തന്നെ അവളെ കല്യാണം കഴിച്ചോ? ഞാൻ കല്യാണം കഴിക്കില്ല. മാധവ, നീ പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? എന്റെ പ്ലാൻ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. രശ്മിനെ മോളെ ഞാൻ ഇപ്പൊ ഇറക്കി വിടാൻ പോകുക ഈ വീട്ടിൽ നിന്ന്. നിക്കടാ, നീ അവളെ ഇറക്കി വിടണ്ട. ഞാൻ തന്നെ പറഞ്ഞോളാം അവളോട് പോയിക്കോളാൻ. പക്ഷേ കൂടെ ഞാനും കൂടി പോകും. അമ്മ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. അമ്മ പോകുന്നെങ്കിൽ അമ്മയും പോയിക്കോ. എന്റെ മക്കളെ ഞാൻ നോക്കിക്കോളാം. നീ ഇതിന് അനുഭവിക്കൂടെ മാധവ? നീ എങ്ങനെ നോക്കുമെന്നാ? നിനക്ക് കടയിൽ പോകണ്ടേ? ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. എടാ മാധവ, നീ ഈ പത്രം, TV, മൊബൈൽ ഫോൺ ഒന്നും നോക്കാറില്ലേ? പെൺകുട്ടികൾ സുരക്ഷിതരല്ല. നിനക്കേ 1 അല്ല 3 പെൺകുട്ടികളാ. 3 പെൺകുട്ടികള്. ആയിക്കോട്ടെ.
എടാ ഈ കാലത്ത് നിന്റെ പെൺകുട്ടികൾ സുരക്ഷിതരല്ല, നീ അത് ആദ്യം മനസ്സിലാക്ക്. എനിക്കുള്ള കാലം മുഴുവൻ ഇവിടെ വന്ന് കിടക്കാൻ പറ്റില്ല, എനിക്ക് വീട്ടിൽ പോകണം. പിന്നെ ഗീതയുടെ അമ്മ വരുമോ? ഗീതയുടെ അച്ഛന് വയ്യാത്തത് കൊണ്ട് ഗീതയുടെ അമ്മയും വരില്ല. എനിക്ക് രശ്മിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. വേണ്ട, നീ കല്യാണം കഴിക്കണ്ട, അവളെ പറഞ്ഞു വിട്ടേക്കാം. എന്നിട്ട് എന്നിന്റെ കുണുക്കീനെ പഠിക്കാൻ പോയി വന്ന വഴി ആരെങ്കിലും പിടിച്ചോണ്ട് പോവുകയും നീതു നിത്യനെയൊക്കെ തട്ടിക്കൊണ്ടുപോകുമ്പോ നീ പഠിക്കും. അമ്മേ, പറഞ്ഞപ്പോ തന്നെ നിനക്ക് ദേഷ്യം വന്നു അല്ലേ? അപ്പൊ ശരിക്കും തട്ടിക്കൊണ്ടുവരാനുള്ള അവസ്ഥ നീ ആലോചിച്ച് നോക്കിയേ. നിന്റെ നല്ലതിന് വേണ്ടിയാടാ മാധവ ഞാൻ ഈ പറയുന്നേ. നിന്റെ കടവും കാര്യങ്ങളും എനിക്കറിയാം. കടയിൽ പോകാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല. രാവിലെ കടയിൽ പോയാൽ രാത്രി 9 മണിക്കല്ലേ നീ വരൂ. 4 മണിക്ക് ഈ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ നോക്കാൻ ആരുമില്ല. അവർക്ക് വല്ല ആപത്തും വരും. നീ നിന്റെ വാശികളാ. രശ്മി കുട്ടികളും ഉണ്ടെങ്കിൽ അവള് നോക്കിക്കോളും. ഇനി അവളെ നോക്കിയില്ലെങ്കിലും വീട്ടിലൊരാളുണ്ടല്ലോ, പുറത്തുനിന്നൊരാൾ വന്ന് ഈ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകില്ല. അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വയ്യ രശ്മിനെ കല്യാണം കഴിക്കാൻ. എന്റെ മോനെ, എനിക്ക് നിന്റെ കാര്യം ഓർത്ത് സങ്കടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റൂടാ? നീ ഒറ്റക്കാണെങ്കിൽ അമ്മക്ക് കുഴപ്പമില്ലായിരുന്നു. നീ കടയിൽ പോയി ഹോട്ടലിൽ നിന്ന് മേടിച്ച് എങ്ങനെയെങ്കിലും തിന്ന് നടന്നേനെന്ന് ഞാൻ സമാധാനിച്ചേനെ. 3 പെൺകുട്ടികളല്ലേ, കുണുക്കനും ഉണ്ട്. നീ അവരെ കൊണ്ട് എന്ത് ചെയ്യാനാ? പണ്ടത്തെ കാലമൊന്നുമല്ല. സ്കൂളിൽ പോകുന്ന വഴിയോ വരുന്ന വഴിയോ ഒക്കെ നീചന്മാര് വഴിവെക്കി കാത്തു നിൽക്കുക. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, നിന്റെ നന്മയ്ക്ക് വേണ്ടി. അമ്മ എനിക്ക് വയ്യ അമ്മേ. എന്റെ പൊന്നമ്മ പറയുന്നത് കേക്ക്. നാളെ രശ്മിയുടെ വീട്ടുകാർ വരട്ടെ, നമുക്ക് ചെറിയൊരു നിശ്ചയം നടത്തി വെക്കാം. 1 മാസം കഴിഞ്ഞ് മതി കല്യാണം. അപ്പോഴേക്കും നിന്റെ മനസ്സ് മാറും. നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് വേണ്ടിയിട്ട് അവളെ കല്യാണം കഴിക്കണ്ട. നീ നിന്റെ മക്കളെ ഓർത്തെങ്കിലും സമ്മതിക്കേ. ദൈവമേ, അവൻ സമ്മതിച്ചാ മതിയായിരുന്നു. ആ ഗീത എല്ലപ്പോഴും ഒരു സമാധാനം തന്നിട്ടില്ല. അവള് പോയി കഴിഞ്ഞ് ഇത് തന്നെ അവസ്ഥ. എന്തൊരു ദുരിതം ഇത്. പാവം എന്റെ മോൻ. എന്തായാലും അവനൊന്നും മിണ്ടാതെയാ പോയത്. ഈ മൗനമായിട്ടിരിക്കുമ്പോ തന്നെ നാളെ തന്നെ ഇവന്റെ നിശ്ചയം നടത്തണം. നീതു, നിത്യേ, കുണുക്കി. എന്താ അച്ഛമ്മ വിളിക്കുന്നേ? അച്ഛൻ വന്നല്ലേ കടേന്ന്? അച്ഛമ്മക്ക് വയറ് നിറച്ച് കിട്ടിക്കാണോ അച്ഛന്റെ കയ്യിൽ നിന്ന്? അല്ലേ, ഇനി മേലെ രശ്മി ആന്റി എന്റെ അച്ഛനെ കെട്ടുന്ന കാര്യം പറയാൻ നിൽക്കണ്ട. അയ്യടി മക്കളെ, നിങ്ങളുടെ പ്ലാനിങ് ഒന്നും നടക്കില്ല. അച്ഛൻ കടയിൽ വന്നു, അവനെ ഞാൻ കല്യാണത്തിന് സമ്മതിപ്പിച്ചു. ദേ, ഈ ബാഗ് നിറച്ച് ഡ്രസ്സാ. നിങ്ങൾക്ക് 4 പേർക്കുള്ള ഉടുപ്പുണ്ട്. നാളെ ഇതിട്ട് നിൽക്കണം. നാളെ രശ്മിയുടെ വീട്ടിൽ നിന്ന് ആള് വരും. ചെറിയൊരു വിവാഹം ഉറപ്പിക്കല്, അത്രയുള്ളൂ. ഒരു നിശ്ചയം പോലെ. അടുത്ത മാസം കല്യാണം. നോക്കി നിൽക്കാതെ കവർ വാങ്ങ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഉടുപ്പുണ്ട്. അച്ഛമ്മക്ക് ഇനി മതിയായില്ലേ? എങ്കിൽ നിങ്ങൾ ഫോൺ എടുത്ത് മാധവനെ വിളിച്ചു ചോദിക്കേ അവൻ സമ്മതിച്ചോന്ന്. അവൻ സമ്മതിച്ചു. അതുകൊണ്ടല്ലേ ഞാൻ ധൈര്യമായിട്ട് കടയിൽ പോയി നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ വാങ്ങിയത്. നീതുമോളെ, അച്ഛമ്മ പറയണ കേട്ടോ? അച്ഛൻ സമ്മതിച്ചു ചേച്ചി. അച്ഛമ്മ നുണ പറയായിരിക്കും. നോണയൊന്നും അല്ല എന്റെ മക്കളെ. കുണുക്കിയും കുണുക്കനും കുഞ്ഞല്ലേ, അവരുടെ കാര്യം വിട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാലേ തിരിച്ചു വരുമ്പോൾ നിങ്ങളെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? അച്ഛമ്മയ്ക്ക് എത്ര നാൾ ഇവിടെ നിൽക്കാൻ പറ്റും? അതുമല്ല, നിങ്ങളുടെ അച്ഛൻ എന്നും കരഞ്ഞ് സങ്കടപ്പെട്ട അവൻ വല്ല രോഗിയായി തീരും. അവസാനം നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ലാണ്ടാകും. അതുകൊണ്ടാ രശ്മിനെ കെട്ടിക്കാൻ അച്ഛമ്മ ഈ കഷ്ടപ്പാട് വിടുന്നേ. ഞങ്ങൾക്കത് ഇഷ്ടമല്ല. പിന്നെ നിങ്ങൾക്ക് എന്താ ഇഷ്ടം? നിങ്ങളുടെ അച്ഛൻ എന്ന് സങ്കടത്തിൽ കഴിഞ്ഞ് രോഗിയായി തീരുന്നതോ? മോളെ നിത്യ, നീയല്ലേ മൂത്തത്. നീ 10ാം ക്ലാസ്സിലായില്ലേ? ബാക്കിയുള്ളവരെ നീ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ഒറ്റപ്പെട്ടു പോകും. ഈ കവർ വാങ്ങിക്ക്, ചെല്ല് അകത്തേക്ക് പോ. എന്നിട്ട് ബാക്കി മക്കളെല്ലാം പറഞ്ഞ് നീ മനസ്സിലാക്ക്. നിന്റെ അച്ഛന് വേണ്ടിയിട്ടാ. നിന്റെ അമ്മയും ഇത് തന്നെ ആഗ്രഹിക്കുന്നേ.